സിനിമ തനിക്ക് ഉപേക്ഷിക്കാൻ സൗകര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. വികസന കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുന്നതിന് കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിച്ച കലുങ്ക് സൗഹൃദ സദസ്സിലാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. കലുങ്ക് സൗഹൃദ സഭ നിർത്താൻ നോക്കേണ്ടെന്നും 14 ജില്ലകളിലും ഈ സഭ തുടരുമെന്നും സുരേഷ് ഗോപി പറയുന്നു. പുള്ളിലെ കൊച്ചു വേലായുധന് വീട് കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ഇതിന് ഞാൻ 14 ജില്ലയിലേക്കും പോകുന്നുണ്ട്. ഇത് തടയാൻ ആർക്കും പറ്റില്ല. ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണ്. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അവിടെ ഇവിടെയും തെന്നിയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട, നടക്കില്ല കേട്ടോ. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കും ഉണ്ട്. ഇയാൾ സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അതാണ് വേറൊരു. എന്തിനു സിനിമയിൽ നിന്ന് ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. ആ വേലായുധൻ ചേട്ടന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമേ ഉള്ളൂ. നല്ല കാര്യം. ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കും. പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളൂ. ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും കേട്ടോ. ആർജവം കാണിക്കണം, അതിനുള്ള ചങ്കൂറ്റവും കാണിക്കണം. കലുങ്ക് വികസന സംവാദം നടക്കുന്ന കൊടുങ്ങല്ലൂരിൽ നമ്മുടെ പ്രതിനിധി റാഫി കരീമുണ്ട്. റാഫി, ഗുഡ് മോർണിംഗ്. ശരിക്കും ഈ സൗഹൃദ സദസ്സുകളിൽ കാര്യമായ വികസന ചർച്ചകൾ നടക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വികസന ചർച്ചകളും ഒപ്പം തന്നെ രാഷ്ട്രീയവും ഈ കലുങ്ക് സൗഹൃദ സദസ്സിൽ സംഗമത്തിൽ നടക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. ഇത് ഇന്നിപ്പോൾ ആദ്യ പരിപാടിയാണ്. ഇത് ഈ തരത്തിലുള്ള 4 പരിപാടികളാണ് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 7 മണിയോട് കൂടിയാണ് ഇത് ആരംഭിച്ചപ്പോൾ മുതൽ ഈ പ്രദേശത്തുള്ള ആളുകളുടെ പരാതികൾ അത് കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ പുള്ളിൽ വെച്ചുണ്ടായ ചില വിവാദങ്ങൾക്ക് വ്യക്തമായ മറുപടിയും ഈ സദസ്സിൽ ആദ്യം തന്നെയുള്ള സംസാരത്തിൽ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് പുള്ളിലെ വേലായുധൻ ചേട്ടന് വീട് കിട്ടിയതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അവിടെ വെച്ച് വ്യക്തമായി പറഞ്ഞിരുന്നു, തനിക്ക് പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളിലെ നിവേദനങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരാതികളാണ് കേൾക്കുക, അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പരിഹരിക്കാൻ കഴിയാത്ത ഒരു പരാതിയും താൻ കേൾക്കില്ല. വെറുതെ അവരോട് ഏതെങ്കിലും തരത്തിൽ പറഞ്ഞു പറ്റിക്കാനില്ല എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത്. ഇത്തരം വീഴ്ചകൾ അല്ലെങ്കിൽ ഇത്തരം ചെറിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരിപാടിയെ അവസാനിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. 14 ജില്ലകളിലേക്കും ഇത് തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ പരാതികൾ ഉന്നയിച്ച ആളുകളോട് അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയം തന്നെയാണ്. കാരണം ഈ വികസനങ്ങൾ മുടക്കുന്നത് അത് സംസ്ഥാന സർക്കാർ രാഷ്ട്രീയമായുള്ള അജണ്ടകൾ വെച്ചാണ് ഈ വികസനങ്ങൾ മുടക്കി മുന്നോട്ട് പോകുന്നത്. BJPക്ക് ഒരു അവസരം നൽകിയാൽ ഇത്തരത്തിലുള്ള വികസനങ്ങൾ നടപ്പാക്കാൻ കഴിയുമെന്നുള്ള വാഗ്ദാനവും കൂടി ഈ ഇത്തരത്തിലുള്ള സൗഹൃദ സംഗമങ്ങളിൽ നൽകുന്നുണ്ട്. എന്തായാലും ഇനി 3 പരിപാടികൾ കൂടിയാണ് ഇത്തരത്തിൽ നിശ്ചയിച്ചിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പരിപാടി ഇനി നടക്കാനുള്ളത് ഇരിങ്ങാലക്കുടയിലാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 2 പരിപാടികളുണ്ട്. ഒന്ന് പീച്ചിയിലും മറ്റൊന്ന് പുതുക്കാടുമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അവിടെയും ഇത്തരത്തിൽ രാഷ്ട്രീയം തന്നെ പറയും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു റാഫി കരീം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.